കോതമംഗലത്ത് പ്രവർത്തനം ആരംഭിച്ച ഓണച്ചന്തകളുടെ ഉദ്ഘാടനം എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു. ഓണക്കാലത്ത് പച്ചക്കറികളുടെ അനിയന്ത്രിതമായ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനായാണ് സെപ്റ്റംബർ 14 വരെ വിപണി പ്രവർത്തിക്കുന്നത്. കോതമംഗലം ബ്ലോക്കിൽ ഹോർട്ടികോർപ്പിൽ നിന്ന് 7 ടൺ പച്ചക്കറികൾ സംഭരിച്ചു. കേരള സർക്കാരിന്റെ ഓണക്കാലത്തെ വിപണിയിടപെടലിന്റെ ഭാഗമായാണ് കൃഷിഭവനുകൾ മുഖേന കോതമംഗലത്ത് ഓണച്ചന്തകൾ പ്രവർത്തനം ആരംഭിച്ചത്. സെപ്റ്റംബർ 11 മുതൽ 14 വരെയാണ് ചന്തകൾ പ്രവർത്തിക്കുന്നത്. കൃഷിഭവൻ തലത്തിൽ പ്രവർത്തിക്കുന്ന എ ഗ്രേഡ് പച്ചക്കറി ക്ലസ്റ്ററുകൾ, ആഴ്ച ചന്തകൾ, ഇക്കോ ഷോപ്പുകൾ, കൃഷിക്കൂട്ടങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെയാണ് ഓണച്ചന്തകൾ സംഘടിപ്പിക്കുന്നത്. ഓണച്ചന്തയ്ക്ക് വേണ്ടി കർഷകരിൽ നിന്ന് കൃഷിഭവനുകൾ മുഖേന നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾക്ക് പൊതുവിപണിയുടെ മൊത്ത വ്യാപാര വിലയേക്കാൾ 10% അധിക വില നൽകുന്നതാണ്. ഓണച്ചന്തയുടെ ഉദ്ഘാടനം കോതമംഗലം ചെറിയ പള്ളിത്താഴത്ത് വെച്ച് എംഎൽഎ ആന്റണി ജോൺ നിർവഹിച്ചു. എല്ലാ ഓണച്ചന്തകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ ഹോർട്ടികോർപ്പ് ശേഖരിച്ചിട്ടുള്ള പച്ചക്കറികളും അതോടൊപ്പം തന്നെ കർഷകരിൽ നിന്നും ഏതാണ്ട് വിപണി വിലയേക്കാൾ 10% കൂടുതൽ തുക സംഭരിക്കുകയും എന്നാൽ 30%-ഓളം തുക കുറച്ച് ജനങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന നിലയിൽ ഏറ്റവും ഉപകാരപ്രദമായ നിലയിൽ തന്നെയാണ് മുനിസിപ്പൽ ചെയർമാൻ കെ ടോമി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പാലിറ്റി വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശ് സ്വാഗതം പറഞ്ഞു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മുനിസിപ്പൽ കൌൺസിലർമാർ, കോതമംഗലം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പ്രിയാമോൾ തോമസ്, മുനിസിപ്പാലിറ്റി അഗ്രികൾച്ചറൽ ഫീൽഡ് ഓഫീസർ സദി PI, കൃഷിഭവൻ ഉദ്യോഗസ്ഥർ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കോതമംഗലം മാർബേസിൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് 25 കിലോ നാടൻ കറിവേപ്പില വിപണിയിലേക്ക് സൗജന്യമായി നൽകി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. വുഡ്, മോഡുലാർ, ഇന്റീരിയർ, സ്റ്റീൽ, സോഫാസ് എന്നീ ഫർണിച്ചറുകൾ ഒറ്റ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏക സ്ഥാപനം. ആർക്കിടെക്ചറൽ ആൻഡ് ട്രഡീഷണൽ ഡിസൈൻസ് ആവശ്യാനുസരണം നിർമ്മിച്ചു കൊടുക്കുന്നു. നിങ്ങളുടെ സ്വപ്ന ഭവനം ഒരു സ്റ്റേറ്റ് ഓഫ് ആർട്ടാക്കുവാൻ വിശ്വസ്തയോടെ എന്നും നിങ്ങളോടൊപ്പം. ഇറമ്പത്ത് ഇറ ഫർണിച്ചർ, കോട്ടപ്പടി, കോതമംഗലം. ഇനി കൂത്താടുകുളത്ത്.